ഓരോ സ്ഥലത്തേക്കും കലോത്സവം എത്തുമ്പോൾ ആ സ്ഥലത്ത് പായസം ഏതായിരിക്കുമെന്ന് പഴയിടത്തോട് സ്ഥിരമായി ചോദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. വ്യത്യസ്തമായ പായസം വിളമ്പിയാണ് സംസ്ഥാന കലോത്സവത്തിന്റെ കലവറ ഒരുങ്ങിയിരിക്കുന്നത്. പാലുകാച്ചലിന്റെ ഭാഗമായി വിളമ്പിയ പഴയിടത്തിന്റെ പായസം കഴിച്ചവർക്ക് ഒന്നേ പറയാനുള്ളൂ. അതെന്താണെന്നറിയാൻ നമുക്ക് കലോത്സവ വേദിയിലേക്കൊന്ന് പോകാം. കലോത്സവ വേദിയിലെ കലവറയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആദ്യ ദിനം പാലുകാച്ചൽ പൂർത്തിയായിട്ടുണ്ട്. പാലുകാച്ചലിൻ്റെ ഭാഗമായി നല്ല ഒന്നാന്തരം പായസവും വിതരണം ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള, അതായത് പാലടപ്രഥമൻ, അതുപോലെ തന്നെ പഴപ്പായസം, അടപ്രഥമൻ, കടലപ്രഥമൻ, ഇങ്ങനെ പലതരത്തിലുള്ള പായസമാണ് പഴയിടം നമ്പൂതിരിയുടെ ഈ ഒരു കലവറയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു അടുക്കളയിൽ നിന്ന് ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെയായി വിളമ്പുന്നത്. നമ്മൾ 12 വിഭവങ്ങൾ അടങ്ങിയ ഒരു ഊണാണ്. എല്ലാ ദിവസവും പായസം ഉണ്ടാകും. കഴിക്കാൻ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്നു. പക്ഷേ ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ നിയന്ത്രിച്ച് ഞാൻ അര ഗ്ലാസ്സേ കഴിച്ചോളൂ. പായസം വളരെ രുചികരമായിരുന്നു. പായസവും കലോത്സവവും ഒക്കെ നല്ല ഉഷാറായി പോവുകയാണ്. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ രീതിയായിട്ട് തന്നെ നമ്മുടെ വരുന്ന 4 ദിവസവും എല്ലാ ഭക്ഷണം, എല്ലാ പാചകം വളരെ ടേസ്റ്റി ഉണ്ടാവും. ഗോതമ്പാണോ പയറാണോ? ഗോതമ്പ് റൈസ് മിക്സ് എന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ അത് ഉണ്ടാക്കിയത് ചക്കയും അതുപോലെ ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള പായസമാണ്. അത് യഥാർത്ഥത്തിൽ പ്രമേഹ രോഗികൾക്കടക്കം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഇന്നത്തെ പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. വെറൈറ്റി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചക്കപ്പായസം കുടിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം കലോത്സവ വേദിയിൽ നിന്ന് റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.